ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്ക് ഐറ്റമാണ് പാൽ പൊരിച്ചത്. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഇതൊന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ദിവസം തോറും ഇത് തന്നെ ഉണ്ടാക്കേണ്ടി വരും. അത്ര നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുറം ഭാഗം നല്ല മുരുമുരാന്നിരിക്കുന്ന ഉൾഭാഗം വായിലിട്ടാലേ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള പാൽ പൊരിച്ചത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് അതിനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ട് 1/2 കപ്പ് അളവിൽ പഞ്ചസാര കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. ഞാൻ 2 കപ്പ് അളവിൽ പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു അളവ് കറക്റ്റായിട്ടുള്ളൊരു അളവായിരിക്കും. നമുക്ക് കറക്റ്റായിട്ട് തന്നെ മധുരവും എല്ലാം കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി പാലൊഴിച്ചതിന് ശേഷം ഒട്ടും തന്നെ കട്ടകളൊന്നും വരാത്ത രീതിക്ക് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. നല്ലതുപോലെ ഒന്ന് കലക്കിയെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് തിളപ്പിക്കാനായിട്ടൊന്ന് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ എടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഒരു 5-6 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പാല് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരാനായിട്ട് തുടങ്ങും. ആ ഒരു സമയം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വാനില എസൻസ് ചേർത്ത് ഒരു 2 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് പാല് നല്ലതുപോലെ ഒന്ന് തിക്കായിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് തിക്കാക്കി എടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള കോൺഫ്ലോർ നന്നായിട്ടൊന്ന് വെന്ത് ആ ഒരു കോൺഫ്ലോറിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടുള്ളൂ. ഇപ്പം എന്താ ഒരു 7 മിനിറ്റോളം ആയപ്പോഴത്തേക്കും നമുക്കിതാ ഇതുപോലെ ഒന്ന് തിക്കായിട്ടൊന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരിക്കൽ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഏത് പാത്രത്തിലാണോ ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആ പാത്രത്തിലേക്കൊന്ന് മാറ്റാം. നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന ആ പാത്രം റെഡിയാക്കി വെച്ചിട്ട് വേണം പാലൊന്ന് തിളപ്പിക്കാനായിട്ട്. നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കേണ്ടത്. സ്റ്റൗ ഓഫ് ചെയ്ത ഉടനെ തന്നെ നമ്മളിത് പാത്രത്തിലോട്ടൊന്ന് മാറ്റണം. ഈ പാത്രത്തിൽ കുറച്ച് എണ്ണ പുരട്ടി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഉടനെ തന്നെ പാത്രത്തിലോട്ടൊന്ന് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇത് തിക്കാവാനായിട്ട് തുടങ്ങും. പിന്നെ നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാനായിട്ട് പാടായിരിക്കും. ഇനി ഈ ഒരു ടിന്നിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവലാക്കി ഒന്ന് കൊടുത്തതിന് ശേഷം 1/2 മണിക്കൂർ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ ഒന്ന് തണുക്കാനായിട്ടൊന്ന് വെക്കാം. ഇപ്പം നല്ലതുപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കാണുമ്പോഴേ അറിയാം ഈ ഒരു ടിന്നിൽ നിന്ന് താനേ വിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ പീസസ് ആക്കി ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പാല് മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെറിയ പീസസ് ആക്കി ഒന്ന് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായിലിട്ടാലേ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള പാൽക്കട്ടകൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. മുട്ട നന്നായിട്ടൊന്ന് കലക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് മൈദയാണ്. ഞാൻ 1/2 കപ്പ് അളവിൽ മൈദയും അതുപോലെ തന്നെ 5 ബ്രെഡ് നല്ലതുപോലെ ഒന്ന് പൊടിച്ചും എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനമാണ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാൽക്കട്ടകൾ ഓരോ പീസായിട്ടൊന്ന് എടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ മൈദ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം കലക്കി വെച്ചിട്ടുള്ള മുട്ടയിലൊന്ന് മുക്കിയിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് പൊടി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പൊതിഞ്ഞ് എടുക്കാം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പീസും നമുക്കിതുപോലെ ഒന്ന് മൈദ വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം മുട്ടയിലൊന്ന് മുക്കിയിട്ട് ഈ ഒരു ബ്രെഡ് പൊടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് ഉൾഭാഗം ഒട്ടും തന്നെ വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു പുറം ഭാഗം മാത്രം ഒന്ന് വെന്ത് വന്നാൽ മതിയാവും. അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എണ്ണ ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പാൽക്കട്ടകൾ ഓരോന്നായിട്ട് ഈ എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് നല്ലതുപോലൊരു ബ്രൗൺ കളറായി വരുന്നവരേക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
മറിച്ചിട്ടതിന് ശേഷവും ആ ഒരു സൈഡ് നല്ലൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എല്ലാ പാൽക്കട്ടകളും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള പാൽ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു. ബൈ.